പണ്ട് കാലങ്ങളിൽ പ്രണയബന്ധങ്ങളിൽ പെടുന്ന പ്രണയിനികൾക്ക് അത് വീട്ടിലറിഞ്ഞാൽ ഭീകരമായി അടികൾ കിട്ടുമായിരുന്നു. കാലം മാറിയപ്പോൾ ആ ഒരു ട്രെൻഡ് മാറുകയും പ്രണയത്തിൽപ്പെടുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളുടെ വീട്ടുകാർ തല്ലുകയും ചില സമയങ്ങളിലൊക്കെ കൊല്ലുകയുമാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും മാറി കാര്യങ്ങൾ എന്നാണ് അടുത്തിടെ നടക്കുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ മകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച മാതാവിനെ കാമുകനെ കൊണ്ട് കൊല്ലിച്ച മകളെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിലാണ് സംഭവം നടന്നത്. അരുങ്കൊലയിൽ ഒരു നാട് തന്നെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പ്രണയബന്ധത്തെ വീട്ടിലെതിർത്ത കാമുകിയുടെ അമ്മയെ കാമുകൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മകളും ഒരു ചെറുപ്പക്കാരനും തമ്മിലുള്ള ബന്ധമറിഞ്ഞ അമ്മ മകളെ പലതവണ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് അനുസരിക്കാതെ അവർ ബന്ധം തുടരുകയായിരുന്നു. അതിന്റെ പേരിൽ എപ്പോഴും വീട്ടിൽ തർക്കവും പതിവായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇതേ ചൊല്ലി അമ്മയും മകളും തമ്മിൽ വഴക്കാവുകയും ഇതിൽ ദേഷ്യം വന്ന മകൾ കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്വന്തം അമ്മയെ കൊലക്കി കൊടുത്തു. മുഖപ്പേർ ഈസ്റ്റിൽ താമസിച്ചിരുന്ന മുൻ BSNL ജീവനക്കാരി മൈഥിലിയെയാണ് മകളുടെ കാമുകൻ ശ്യാം കണ്ണൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മൈഥിലിയുടെ ഭർത്താവ് ജയകുമാർ പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. വളരെ ചെറുതിലെ അച്ഛൻ നഷ്ടപ്പെട്ട മകളെ വേറെ ഒരു ജീവിതം പോലും തിരഞ്ഞെടുക്കാതെ കഷ്ടപ്പെട്ടാണ് മൈഥിലി വളർത്തിയത്. അതുകൊണ്ട് തന്നെ മുഖപ്പേറിലെ വീട്ടിൽ മൈഥിലിയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മകളുമാണ് താമസിച്ചിരുന്നത്. അമ്മയും മകളും തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തിനിടയിലേക്കാണ് കാമുകനായ ശ്യാം എത്തുന്നത്. മകളുമായി പ്രണയത്തിലായിരുന്ന ശ്യാം ഇവരുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു. എന്നാൽ ബന്ധത്തെ എതിർത്ത മൈഥിലി മകളെ പലതവണ വിലക്കി. എന്നാൽ ഇവർ ബന്ധം തുടർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വിഷയത്തിൽ അമ്മയും മകളും തമ്മിൽ വഴക്കുണ്ടായി. മകൾ ഫോണിൽ വിളിച്ചു വിവരം പറഞ്ഞതോടെ ശ്യാം ഇവിടെ എത്തി. വീടിന് പുറത്ത് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടെ മൈഥിലി എത്തിയതോടെ വീണ്ടും വഴക്കായി. ഇതിനിടെ 3 പേരും വീടിനുള്ളിലേക്ക് കയറി. വീടിനുള്ളിൽ വെച്ചും വഴക്കുണ്ടാക്കുകയും മൈഥിലിയെ ശ്യാം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങി. ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അരുങ്കൊലയിൽ നാട്ടുകാർ മുഴുവനും വലിയ ഞെട്ടലിലാണെങ്കിലും അമ്മയെ നഷ്ടമായതിൽ, അതും താൻ മൂലം നഷ്ടമായതിൽ തെല്ലും തന്നെ കുറ്റബോധമില്ല മകൾക്ക് എന്നതാണ് നാട്ടുകാരെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യം. അമ്മ മരിച്ചു കിടക്കുമ്പോഴും കാമുകനെ രക്ഷിക്കാനായിരുന്നു അവൾ നോക്കിയത്. എന്നാൽ പോലീസ് തന്നെ പിടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്ന ശ്യാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്റ്റേഷനിൽ ഹാജരായത്. നമ്മുടെ വീട്ടുകാരെല്ലാം വളരെ ജാഗരൂകരാണ് പ്രണയത്തിന്റെ കാര്യത്തിൽ. രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാവുമ്പോൾ അവർ ആദ്യം ഒളിക്കുന്നതും വീട്ടുകാർ ഈ വിവരം അറിയാതിരിക്കാനാവും. കാരണം അവരറിഞ്ഞാൽ ഉണ്ടാകുന്ന പുകിലുകൾ അത്രത്തോളം ആയിരിക്കുമെന്ന ഭയം തന്നെയാണ് ഇതിന് കാരണം. അവരുടെ എതിർപ്പിന് പുറകിലുള്ള പ്രധാന കാരണം ചിലപ്പോഴൊക്കെ പ്രണയിക്കപ്പെടുന്ന ആളിനെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ചുള്ള ആകുലതയും ആവാം. കാര്യം എന്തായാലും അതിനെ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ മാത്രം സംശയമൊന്നുമില്ല. പല ദുരഭിമാന കൊലകളും നടക്കുന്ന കാര്യത്തിൽ ഈ പ്രണയം തന്നെയാണ് വില്ലനാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രണയം പ്രണയിക്കുന്നവർക്ക് അങ്ങേയറ്റം മധുരവും മറ്റുള്ളവർക്ക് കയ്പും അസ്വസ്ഥതയുമാണ്.